വൈശാഖേട്ടൻ്റെ എനിക്ക് തോന്നുന്ന ഏറ്റവും ബെസ്റ്റ് സിനിമ ഇതായിരിക്കും. അപ്പോൾ അത് ഞാൻ വൈശാഖേട്ടനോട് ഞാൻ ചോദിച്ചു, സെറ്റിൽ വെച്ചിട്ട് ഞാൻ ചോദിച്ചു, വൈശാഖേട്ടൻ ഇതുവരെ ചെയ്തതിൽ വൈശാഖേട്ടന് ഏറ്റവും ഇഷ്ടം. ഇപ്പം എനിക്ക് ചോദിക്കുമ്പോൾ എനിക്കൊരു മടിയുണ്ട്, കാരണം അവിടെ ഒരു പുലിമുരുകൻ കിടപ്പുണ്ട്, പോക്കറ്റ് രാജ കിടപ്പുണ്ട്, പല മധുര രാജ സീനിയേഴ്സ്, അങ്ങനെ പല പല സിനിമകൾ കിടപ്പുണ്ട്. ഇതെല്ലാം കിടക്കുമ്പോഴും പണ്ട് വൈശാഖേട്ടൻ തന്നെ പറയാം, വൈശാഖേട്ടൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ വിശുദ്ധനാണ്. അപ്പോൾ ഞാനിങ്ങനെ ചോദിച്ചത് ഏതായിരിക്കും ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമ എന്ന് ചോദിച്ചപ്പോൾ ഒരു സെക്കൻഡ് പോലും താമസമില്ല പറഞ്ഞു ഇത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം അത്രയ്ക്ക് പുള്ളി ഹാപ്പിയും കോൺഫിഡൻറ്റും ആയിരുന്നു. അവരെന്താണോ ഉദ്ദേശിച്ചത് അതിൻ്റെ ഒരു പടി മേലെ ആ സിനിമ എടുത്തു വയ്ക്കാൻ അവർക്ക് പറ്റിയിട്ടുണ്ടെന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സിനിമയുടെ ഷൂട്ടിംഗ് പ്രോസസ്സിലാണെങ്കിലും അല്ലെങ്കിൽ അതിന് ശേഷമുള്ള കാര്യങ്ങളിലാണെങ്കിലും വൈശാഖേട്ടൻ വർക്ക് ചെയ്യുന്ന കാണുമ്പോഴും നമുക്കറിയാം, എനിക്ക് തോന്നി അദ്ദേഹം ഫസ്റ്റ് സിനിമ എന്ന പോലെയാണ് വർക്ക് ചെയ്യുന്നത്. എൻറ്റയർ സീനിലും ഓരോ സീനും ഓരോ സിനിമ ഓരോ ഡയലോഗുകളും എങ്ങനെ പോകണം അല്ലെങ്കിൽ അതെങ്ങനെ എക്സ്പ്രസ് ചെയ്യണം എന്നൊക്കെ ഉള്ളത് വളരെ കൃത്യമായിട്ട് വൈശാഖേട്ടൻ്റെ ഒരു ധാരണയുള്ള ആളാണ് പുള്ളി. അങ്ങനെയായിരിക്കും എഡിറ്റ് ചെയ്യുമ്പോൾ ഇവിടുന്ന് ഈ ഒരു പോയിന്റിൽ ഇത്ര പോയിന്റിലായിരിക്കും അത് വരുന്നത്, ആ ആളുടെ റിയാക്ഷനിലായിരിക്കും ഇങ്ങനെ വരുന്നത്. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ ഒരു ആവശ്യമുണ്ട്.